ഹായ് കൂട്ടുകാരെ, ആതിരപ്പള്ളി വാഴച്ചാൽ മേഖലയിലേക്കാണ് ഇന്ന് സഞ്ചാരിയുടെ സഞ്ചാരം. ഞങ്ങൾ അങ്കമാലി ഭാഗത്തു നിന്നാണ് വരുന്നത്. ഇനി ഏകദേശം ഒരു 17 കിലോമീറ്റർ കൂടിയാണ് ആതിരപ്പള്ളിയിലേക്കുള്ള ദൂരം. അപ്പോൾ പോകുന്ന വഴിക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു പുഴയോരം കണ്ടപ്പോൾ വെറുതെ ഇറങ്ങിയതാണ്. കൂടെയുള്ളത് ശ്രീകാന്തും അഭിജിത്തുമാണ്. ശ്രീകാന്തിനെ നിങ്ങൾക്ക് ഓൾറെഡി പരിചയം കാണും, നമ്മുടെ തട്ടേക്കാട് വീഡിയോയിലൊക്കെ ശ്രീകാന്ത് ഒപ്പമുള്ളതാണ്. ആതിരപ്പള്ളി വാഴച്ചാൽ വനമേഖലയുടെ ആരംഭം കുറിക്കുന്ന ഒരു സൂചനയാണ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ലഭിക്കുന്നത്. ഞങ്ങൾ രാവിലെ 7:30 മുതൽ യാത്രയാണ്. അപ്പോൾ ഒരു ചെറിയൊരു റിലാക്സേഷന് വേണ്ടി വെറുതെ ഇറങ്ങിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് യാത്ര തുടരാം. വന്നപാടെ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട്. ചെക്ക് പോസ്റ്റ് താത്തി വെച്ചിരിക്കുകയാണ്. എൻട്രൻസ് നിരോധിച്ചിരിക്കുകയാണോ എന്നറിയില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. നമ്മൾ ആ ചെക്ക് പോസ്റ്റിങ് കടന്നപ്പോൾ തന്നെ എണ്ണപ്പനകളുടെ ഒരു വലിയ കൂട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പനയുടെ കുരുവിൽ നിന്നാണ് നമ്മുടെ പാം ഓയിൽ ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു. അധികം എണ്ണക്കുരുക്കളൊന്നും നമുക്ക് ഈ പനയിൽ കാണാനായിട്ടൊന്നുമില്ല. ഒരുപക്ഷെ ഇതിൻ്റെ എല്ലാം വിളവെടുപ്പ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമായിരിക്കും. എന്തായാലും നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിവൊന്നുമില്ല. എന്തായാലും പക്ഷികളുടെയൊക്കെ ഒരു ഇഷ്ട ഭക്ഷണമാണ് ഈ എണ്ണക്കുരു എന്ന് മനസ്സിലാകുന്നുണ്ട്. കാരണം അതുപോലെ പക്ഷികളാണ്. പക്ഷികളുടെ വലിയൊരു ആരവം തന്നെ നമുക്കിവിടെ കേൾക്കാം. നിരവധി പഴുത്ത എണ്ണക്കുരുക്കൾ നിലത്തൂടെ ഇങ്ങനെ കിടക്കുന്ന കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഈ പഴുത്ത് നിൽക്കുന്ന എണ്ണക്കുരുക്കളുടെ ഒരു കാഴ്ച മരത്തിൽ കാണാൻ പറ്റുമോ എന്നറിയാനാണ് ഞാനീ നടക്കുന്നത്. പക്ഷേ മരത്തിലൊന്നും അങ്ങനെ ഒരു കാഴ്ചകൾ കാണാൻ സാധിക്കുന്നില്ല. സത്യത്തിൽ ഇത് തെങ്ങിൻ്റെ ഓല പോലെ തന്നെയാണ്. കുറച്ചുകൂടെ നീളം കൂടിയ, കുറച്ചുകൂടെ കട്ടി കുറഞ്ഞ, മടലിന് കുറച്ചുകൂടെ കട്ടി കുറഞ്ഞ തെങ്ങിൻ്റെ ഓല പോലെ തന്നെ. മരം കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഈന്തപ്പനയുടെ, സത്യത്തിലെ ഈന്തപ്പനയുടെയും തെങ്ങിൻ്റെയും കൂടെ ഒരു ഒരേ വർഗ്ഗമാണ് രണ്ടും. അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു ക്രോസാണ് ഈ എണ്ണപ്പനയെന്ന് കണ്ടാൽ തോന്നും. ആതിരപ്പള്ളി കാണിക്കാൻ വരുന്ന എല്ലാ വ്ളോഗേഴ്സും ഈ എണ്ണപ്പനത്തോട്ടം കൂടി കാണിക്കാറുണ്ട്. അപ്പം നമ്മളായിട്ട് കുറയ്ക്കുന്നില്ല, ഞാനും കാണിക്കുകയാണ്. ഇനി അങ്ങോട്ട് എണ്ണപ്പനത്തോട്ടങ്ങളുടെ മാധുര്യം നുകർന്നുകൊണ്ടൊരു യാത്രയാണ്. നമ്മുടെ അറബി നാട്ടിലെ ഈന്തപ്പനത്തോട്ടങ്ങൾക്കൊപ്പം നമ്മുടെ നാടിൻ്റെ പച്ചപ്പ് കൂടി കൂടിച്ചേർന്നാൽ എങ്ങനെയിരിക്കും? അതിൻ്റെ ചെറിയൊരു ഉദാഹരണമായിട്ടാണ് എനിക്ക് ഈ കാഴ്ചകൾ അനുഭവപ്പെടുന്നത്. പോയത് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം. അപ്പം നമ്മൾ ഏതായാലും വഴിയൊന്ന് തിരിച്ചു പിടിച്ച് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിലേക്ക് പോവുകയാണ്. ഒരുപാട് വണ്ടികൾ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ എണ്ണപ്പനത്തോട്ടത്തിലൂടെ ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളറിയാതെ ഞങ്ങൾ ഇതിനിടയ്ക്ക് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം സന്ദർശിക്കാനൊക്കെ പോയി. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ തൊട്ടടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമ്മുടെ പുലിമുരുകൻ സിനിമയുടെ കുറേ അധികം ഷൂട്ടുകളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ അഭിജിത്ത് ഇങ്ങനെ സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ശ്രമമാണ്. പക്ഷെ ആ സിനിമയ്ക്കകത്ത് ഇതിന്റെ ഉൾക്കാടുകൾ മാത്രമാണ് കാണിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. ഈ പ്രദേശങ്ങളൊന്നും അങ്ങനെ ആ സിനിമയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. പുലിമുരുകന്റെ അകത്ത് എവിടെയെങ്കിലും എണ്ണപ്പന കാണുന്നുണ്ടോ? ഇല്ലല്ലോ. ഈ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം എന്ന് പറഞ്ഞാൽ ഒരു കിടിലൻ സംഭവമാണ്. പുതിയൊരു സംരംഭമാണെന്ന് തോന്നുന്നു. നേരത്തെ ഇങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ അവിടുത്തെ നിർമ്മിതികളൊക്കെ ഈ അടുത്ത കാലത്ത് നിർമ്മിച്ചതുപോലെയാണ്. ചെറിയൊരു ചിൽഡ്രൻസ് പാർക്ക് പോലെയും ഒരു റിവർ വ്യൂ ആണ് അവിടുത്തെ മെയിൻ അട്രാക്ഷൻ. പിന്നെ ഒരു തൂക്കുപാലമൊക്കെ ഉണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വന്ന് കുട്ടികൾക്കൊക്കെ വെള്ളത്തിലിറങ്ങി നിരവധി നേരം ചെലവഴിക്കാൻ, യാതൊരു അപകട സാധ്യതയുമില്ലാതെ ചെലവഴിക്കാൻ പറ്റുന്ന ഒരു ഗ്രാമമാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ ഉടനെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇനി അങ്ങോട്ട് നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത വഴികളാണ്. നമ്മുടെ സിൽവർ സ്റ്റോൺ വാട്ടർ തീം പാർക്ക് ഓപ്പൺ ആണ്. പക്ഷെ ഒറ്റ മനുഷ്യനെ എവിടെയും കാണാനില്ല. പാർക്കിംഗ് ഗ്രൗണ്ടിലൊന്നും ഒറ്റ വണ്ടി പോലും കാണാനില്ല. ഇപ്പോൾ ഒരുപാട് റൈഡുകളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇങ്ങനെ ആളില്ലാതെ കുറച്ച് പേര് മാത്രം ചെന്ന് എല്ലാ റൈഡുകളും പ്രവർത്തിപ്പിക്കുമെന്നൊന്നും അറിയില്ല. എന്തായാലും ഞങ്ങൾ അവിടെ കയറുന്നില്ല. ഇവിടെ വഴി സൈഡിൽ ഒരു പോലീസിന്റെ സൂചനാ ബോർഡ് കണ്ട് ഞങ്ങൾ ഞെട്ടിയിരിക്കുകയാണ്. മുതലേ ഉള്ളത് കാരണം പുഴയിൽ ഇറങ്ങരുത് എന്നുള്ള ഒരു സൂചനാ ബോർഡാണ്. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ പേടിയാവും. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ ഞങ്ങൾ ആ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിൽ വെച്ച് ഒരു പരിധി കഴിഞ്ഞ് അങ്ങോട്ട് പോയപ്പോഴേക്കും അങ്ങോട്ട് പോകാൻ ഞങ്ങളെ വിലക്കിയിരുന്നു അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ. നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടുന്ന് പെട്ടെന്ന് വണ്ടി നിർത്താൻ ഞാൻ ആവശ്യപ്പെട്ടു ശ്രീകാന്തുണ്ട്. കാരണം അതിന്റെ മേളിൽ കണ്ടോ ഒരു വീടും വല്ല റിസോർട്ടോ എന്തോ സംഭവങ്ങളൊക്കെ ആയിരിക്കും. അത് ഇവിടെ നിർത്തിയാലോ? ഇവിടെ എന്തോ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണെന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ ഇറങ്ങി എന്താണ് കാഴ്ച നോക്കാം. ഇതിന്റെ മുകളിൽ അങ്ങനെ കണ്ടത് ഒരു വീടല്ല, വല്ല റിസോർട്ടോ ഹോം സ്റ്റേ ഒക്കെ ആയിരിക്കും തോന്നുന്നു. വീടല്ലെന്ന് തോന്നുന്നു. ഒരു 2 നിലയിൽ ഓടിട്ട എന്തോ ഒരു രൂപം. ഓടാണോ ഷീറ്റാണോ? ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ പുഴയിൽ ഇറങ്ങാമെന്ന് മാത്രമേ ഉള്ളെന്നാണ് അവിടെ നിന്ന് ആ ചേട്ടൻ പറഞ്ഞത്. എന്തായാലും നമുക്കൊന്ന് പോയി ഇറങ്ങി നോക്കാം. മുതലയുണ്ട് സൂക്ഷിക്കാന്നുള്ള മുന്നറിയിപ്പ് കൂടി ഇവിടെയുണ്ട്. പക്ഷേ ഇവിടെ കണ്ട ആ ചേട്ടൻ പറഞ്ഞത് അങ്ങനെ ശല്യമൊന്നുമില്ല. പിന്നെ ഈ വെള്ളപ്പൊക്കത്തിലൊക്കെ എന്തൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെന്ന് ആർക്കും അറിയില്ല. പെരുമ്പാമ്പും മുതലയൊക്കെ കാണാൻ സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ ഈ പുഴയോരത്ത് എണ്ണപ്പനയുടെ തോട്ടങ്ങളാണ്.
ഒരു സൈഡിലൂടെ വൈദ്യുത വേലി കാണാം. കാട്ടുമൃഗങ്ങളുടെ ശല്യമുള്ള മേഖലയാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാം ഈ കമ്പികളിങ്ങനെ കാണുമ്പോൾ. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് അവിടെ ഒരു വീടൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, പുഴയോരത്തെ ചില കാഴ്ചകൾ മാത്രം. എന്നാലും ഇവിടുത്തെ പുഴയുടെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. കാരണം പാറകൾ ഇങ്ങനെ നിറഞ്ഞ് അത്യാവശ്യം മഴക്കാലം ഇങ്ങനെ കഴിഞ്ഞേ ഉള്ളെങ്കിലും ഒരു വേനൽക്കാലത്തിൻ്റെ പ്രകൃതിയാണ്. അത്യാവശ്യം നല്ല വീതി ഉള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനെ വെള്ളം ഇങ്ങനെ പരന്നൊഴുകുന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനെ വെള്ളം കുറവ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ കുറച്ച് ബാഗുകൾ ഹെൽമറ്റുകളൊക്കെ ഇരിപ്പുണ്ട്. കുറേ അധികം റൈഡേഴ്സ് ഇവിടെ വന്നിങ്ങനെ ഈ പനന്തോട്ടത്തിൽ തണലത്ത്, ഈ പനയുടെ തണലത്ത് സമയം ചെലവഴിക്കുന്ന കാഴ്ചകളായിരിക്കാം. ഞങ്ങൾ ഈ എണ്ണപ്പനന്തോട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കാരണം നല്ല വെയിലുള്ള സമയമാണ്. ഇതിനുള്ളിൽ ഇങ്ങനെ നല്ല തണലും തണുത്ത കാറ്റും ഒക്കെ കാണുമ്പോൾ ആരായാലും ഇതിനുള്ളിലേക്കൊന്ന് കയറിപ്പോവും. നല്ലൊരു ശാന്തസുന്ദരമായൊരു സ്ഥലം, ഒരുപാട് ആസ്വദിക്കാനുണ്ട് ഇവിടെ. പക്ഷെ നിങ്ങളെ ക്യാമറയിലൂടെ കാണിക്കാനായിട്ടുള്ള കാഴ്ചകളൊന്നും അധികം ഇവിടെയില്ല. നമുക്കപ്പം അടുത്ത സ്ഥലത്തേക്ക് പിടിക്കാം. ആനയുള്ള മേഖല എന്നുള്ള വാണിംഗ് ബോർഡുകളൊക്കെ സമീപത്തൊക്കെ കാണാം. പ്ലാസ്റ്റിക് നിരോധിത മേഖല എന്നുള്ള ബോർഡുകളും ഒപ്പം പല സ്ഥലങ്ങളിലും കണ്ടുവരുന്നുണ്ട്. ഞങ്ങളപ്പോൾ ആതിരപ്പള്ളിയുടെ മണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ചെറിയൊരു ഭാഗം നമുക്ക് ഇവിടെ നിന്നാൽ കാണാം, ഏറ്റവും ടോപ്പിൻ്റെ ആ ഒരു ചെറിയ ഭാഗം. എന്തായാലും വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ ഈ വീഡിയോയിലില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അത് തൊട്ടടുത്ത് വരുന്ന വീഡിയോയിലായിരിക്കും. ഞങ്ങളുടെ ഈ ഉത്സാഹത്തോടെയുള്ള യാത്ര ആതിരപ്പള്ളി വെള്ളച്ചാട്ടം വരെയൊന്നും എത്തിയില്ല. അതിനു മുന്നേ തന്നെ ഫോറസ്റ്റുകാർ തടഞ്ഞു. ഒരു പാവ സഞ്ചാരിയെ തുരത്താൻ എന്തിനാണ് സാറേ ഇത്രമാത്രം സന്നാഹങ്ങൾ എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ചോദിച്ചില്ല. ഇതൊരുമാതിരി എലിയെ തുരത്താൻ പൂച്ചയ്ക്ക് പകരം സിംഹത്തെ വളർത്തുന്ന പോലുള്ള ഒരു അനുഭവം. അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലേ സാറേ? വെള്ളച്ചാട്ടം കാണാൻ പറ്റില്ല. ഉടനെ വല്ല ഓപ്പൺ ആവാം സാർ. അപ്പോൾ നമ്മുടെ യാത്ര ചീറ്റി പോയിരിക്കുകയാണ്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഓപ്പൺ അല്ല, അങ്ങോട്ട് കടത്തി വിടത്തില്ല. ആതിരപ്പള്ളി വാഴച്ചാൽ അങ്ങോട്ടൊന്നും വാഹനം കടത്തി വിടത്തില്ല, വാഹനമല്ല, സന്ദർശകരെ അനുവദിക്കില്ല. പക്ഷെ ഇങ്ങനെ കുറച്ച് ഭാഗങ്ങൾ മാത്രം ഓപ്പണും കുറേ അധികം എല്ലാം ക്ലോസ്ഡും. അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാട് സഞ്ചാരികൾ, ഒരുപാട് പേര് ഇവിടെ വന്ന് വലിയ ടെമ്പോ ഇത് കണ്ടില്ലേ, ട്രാവലറിലും വലിയ ബസ്സുകളിലും ഒക്കെ ഇവിടെ വന്ന് നിരാശയോടെ മടങ്ങിപ്പോകുന്ന കാഴ്ചകളാണ്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ക്ലോസ്ഡ് ആണ് ഏതൊക്കെ ഓപ്പൺ ആണെന്നുള്ള ഒരു സൂചന എന്തായാലും അധികാരികൾ തരേണ്ടതാണ്.